ചക്ക മാങ്ങ ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു കാലത്ത് നമുക്ക് ഇപ്പൊ അതിലുള്ള പ്രത്യേകിച്ച് ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് അതുപോലെ മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കറികൾ, പലതരത്തിലുള്ള കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഇപ്പൊ ഈ ഒരു കാലത്തല്ലേ കൂടുതലും ചക്ക ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിലൊരു പ്രധാനമാണ് നമുക്ക് ചക്കക്കുരു അതുപോലെ മാങ്ങിയിട്ടുള്ള മീൻകറി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചെമ്മീനാണ് ഈ രണ്ട് ചേരുവട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു കറി. ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് ചെമ്മീൻ കറിയാണ്, പിന്നെ മത്തി വറക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇന്ന് ഊണുണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ചക്കക്കുരു ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അത് ആദ്യം ഒക്കെ നന്നാക്കുകയാണ് ചക്കക്കുരു. അപ്പോൾ അമ്മ അത് ആദ്യമൊക്കെ നന്നാക്കി എന്നിട്ട് വേണം പിന്നെ അതൊക്കെ ഒന്ന് നുറുക്കാനും. അപ്പോൾ ഇതാ മത്തി കുറച്ച്, പിന്നെ ഇതാ ചെമ്മീൻ അത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ചെമ്മീനാണ്, അതാണ് ഇപ്പോൾ ഇന്ന് കറി വയ്ക്കാൻ നമ്മൾ ഏതായാലും എടുക്കുന്നത്. നമ്മൾ സാധാരണ അതായത് ഇന്ന് മാങ്ങ ചക്കക്കുരു ഒക്കെ ഉള്ളതുകൊണ്ട് ചക്കക്കുരു ഇട്ടിട്ട് അങ്ങനെയാണ്, അതാണ് ചെമ്മീൻ. അങ്ങനെ നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്ന് വയ്ക്കുന്നത്. പിന്നെ നമ്മൾ എന്തായാലും ലേശം മത്തി വറക്കുന്നുണ്ട്, അങ്ങനെയാണ്. അപ്പം ഇനി ചെമ്മീൻ നന്നാക്കാം, കുറച്ചേ ഉള്ളൂ. പിന്നെ ലേശം മത്തി വറക്കാനും കൂടി അങ്ങനെ വാങ്ങി. ഏതായാലും ചെമ്മീൻ കറിയാണ്. കുറേ ദിവസമായി ചെമ്മീൻ, ഇപ്പോൾ കുറേ മുമ്പ് ഏതൊരു ദിവസം വാങ്ങിയതാണ്. നമ്മളെ പൂച്ച ഉണ്ട്, തല പൂച്ചയ്ക്കുള്ളതാണല്ലോ മത്തീൻ്റെ. അപ്പോൾ അതിനോട് റെഡിയായിട്ട് ഇവിടെ ഉണ്ട്. ഞാനേതായാലും അമ്മ ഇതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തതൊക്കെ ഒന്ന് വലിച്ച് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഏതായാലും ചട്ടിയിലിടാം. ചട്ടിയിലാണ് നമ്മൾ കറി വയ്ക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് അരയ്ക്കാനുള്ളതാണ്. തേങ്ങ ചിരകിയതും പിന്നെ ഒരു ചെറിയ ഉള്ളിയും ചേർത്ത് അത് അരയ്ക്കാം. പിന്നെ നമുക്ക് അതിലേക്കുള്ള മാങ്ങ ഇട്ടിട്ടാണ് ചക്കക്കുരു നമുക്ക് ഇങ്ങനെ വട്ടത്തിൽ നുറുക്കാം. ചക്കക്കുരു ഇട്ടിട്ടുള്ള ഈ ഒരു ചെമ്മീൻ കറി അതാണ് അതിൻ്റെ ടേസ്റ്റ്. അതാണ് ഒന്നാമത് ഇന്നത് വാങ്ങിയത്, ചക്കക്കുരു ഉള്ളതുകൊണ്ട്. പിന്നെ നല്ല നാടൻ മാങ്ങ തന്നെയാണ്. മാങ്ങ അതേപോലെ നമുക്ക് ചെറുതാക്കിയിട്ടുണ്ട് നുറുക്കാം. അത്യാവശ്യം ഉണ്ട് ചക്കക്കുരു. അപ്പോൾ മാങ്ങ നുറുക്കിയതും ചക്കക്കുരു അതിവിടെ ഉണ്ട്. ചക്കക്കുരു മാത്രം നമുക്ക് ഇനി കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടത്. അതല്ലേ ഇനി കറി വയ്ക്കുന്നതിലേക്ക് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ചേർക്കാം. പിന്നെ മാങ്ങ നുറുക്കിയത്. ഇനി ചക്കക്കുരു ഒരു 3 കൂക്ക് വിസിൽ കൂക്കിയിട്ടുണ്ട്. അത്യാവശ്യം വെന്തിട്ടുണ്ട്. അത് ആ വെള്ളത്തോട് കൂടി തന്നെ ആ വെള്ളം അതൊക്കെ കൂടി ചേർത്തിട്ടുണ്ട് നമുക്കുണ്ട്. ഇത് ഇനി വേവിച്ചെടുക്കുകയാണ് വേണ്ടത് നമുക്ക്. ഇപ്പോൾ ചക്കക്കുരു അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീനും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. എല്ലാം വെന്തു. നമ്മൾ തേങ്ങ അരച്ചത് നേരെ അതിലൊഴിക്കാം. ഇനി കറിവേപ്പില ചേർക്കാം. ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റിയിട്ടാണ് വേണ്ടത്. അപ്പോൾ അതിവിടെ റെഡി. കറിയൊക്കെ ഇവിടെ ആയി. ഇനിയിപ്പോൾ മത്തി വറക്കലുണ്ട്. അതിന് കുറച്ചുള്ള അധികമൊന്നുമില്ല. അത് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 12 മണിക്ക് ഊണ് കഴിക്കൽ. ഇനിയിപ്പോൾ നമുക്ക് മത്തി വറക്കലാണ്. ഫിഷ് ഫ്രൈ മസാലയൊക്കെ ചേർത്ത്. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം.
പിന്നെ ഇതാ നമ്മളെ ചെമ്മീൻ കറി. പിന്നെ ഇപ്പം ഇന്ന് മത്തി വറുത്തത്. എന്നിട്ട് വേറെ വെജിറ്റബിൾ വിഭവങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പപ്പടം കാച്ചിയതാണ്. ഇന്നൊരു നോൺ വെജ് ഉച്ചയൂണ് തന്നെയാണ്. പട്ടയത്തെ കാലത്തെ പപ്പാണ് ചക്കക്കുരു മാങ്ങി ചെമ്മീനും കൂടി. ഇപ്പോൾ ഇതെനിക്ക് കഴിക്കേണ്ടത്, ഞാനും കഴിക്കായി. ഇത് കറി നന്നായിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.